എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് സിഗരറ്റ് പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇത് 2 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് 45 വീതിയുണ്ട്. 45 വീതി തന്നെ വേണമെന്നില്ല, 36 ഇഞ്ച് വീതിയിലും ഇത് കട്ട് ചെയ്ത് തയ്ക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇത് എലാസ്റ്റിക്കിന് വേണ്ടിയാണ്. അത് ഒന്ന് വരച്ചെടുക്കാം. ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. 35 ഇഞ്ച്, 1 ഇഞ്ച് മടക്കടിക്കുക ബോട്ടം. ഇതിൻ്റെ ക്രോച്ച് ലെങ്ത്ത് സീറ്റിൻ്റെ 4/1 പ്ലസ് 2 ഇഞ്ചാണ്. അത് സീറ്റ് വന്നിട്ട് 38 ഇഞ്ചാണ്. 38ൻ്റെ 4/1 9.5 ഇഞ്ച് വരും. 9.5 കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ട് 11.5 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ വന്നിട്ട് അതുപോലെ തന്നെ സീറ്റിൻ്റെ 4/1 9.5 കൂടെ 1 ഇഞ്ചാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. 9/1 10 ഇഞ്ചാണ് കൊടുക്കുക. ഇനി ഇത് ചേർത്ത് വരയ്ക്കാം. ഇങ്ങോട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതുപോലെ ഇവിടെയും 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഷേപ്പ് കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഇതിപ്പോൾ 13 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ ബോട്ടം ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഈ സെൻറ്റർ മാർക്ക് ചെയ്തത് ഒന്ന് ചേർത്ത് വരയ്ക്കാം. ബോട്ടം 12 ഇഞ്ചാണ്. അത് ഇങ്ങോട്ടൊരു 3 ഇഞ്ച് കൊടുക്കുക, ഇങ്ങോട്ടൊരു 3 ഇഞ്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചെടുക്കുക. ഇവിടെ ഇങ്ങനെ ഷേപ്പിൽ വരയ്ക്കുക. ഇവിടെ സ്ട്രൈറ്റിൽ മതി. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് കട്ട് ചെയ്യാം. ബാക്ക് ഇതേപോലെ 2 ആയിട്ട് മടക്കിയിടുക. അതിനുശേഷം ഫ്രണ്ട് ഇതേപോലെ അതിന് മേലെ വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ നേരെ വരയ്ക്കുക, ഇങ്ങോട്ട് മറിക്കുക. ഇവിടെ നേരത്തെ എടുത്ത പോലെ 2.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. ഈ 2.5 ഇഞ്ച് നേരെ മേലോട്ട് വരയ്ക്കുക. അതിനുശേഷം ഇവിടെയും ഇതുപോലെ വരയ്ക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ഇതുവരേക്കും മതി. ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുക. അതിനുശേഷം ഇവിടെ 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ടൈപ്പിൽ വരച്ചെടുക്കുക. ഇവിടെ ഇതേ ലൈനിൽ കൂടെ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. ആദ്യം ഈ ഫ്രണ്ട് ഭാഗം ജോയിൻ ചെയ്യാം, ഈ ക്രോച്ച് ഏരിയ. ഒരു തയ്യലും കൂടി ഇടാം.
ഇനി ബാക്കും അതുപോലെ ജോയിൻറ്റ് ചെയ്യാം. അതിനുശേഷം ബാക്ക് ഇങ്ങനെ നിവർത്തിയിടുക. അതുപോലെ ഫ്രണ്ടിൻ്റെ നല്ല വശവും കൂടെ ഇങ്ങനെ ചേർത്തിടുക. എന്നിട്ട് ഈ സൈഡിൽ കൂടെ ഒരു 1/2 ഇഞ്ചിൽ ഒരു തയ്യലിടുക. ഈ ബോട്ടത്തിൽ വന്നിട്ട് ഒരല്പം ഓപ്പൺ ഇടാം. ഒരു 4 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് നമ്മൾ 3/4 ഇഞ്ച് തയ്യത്തുമ്പോൾ ഇടുക. ഇതുപോലെ ഈ സൈഡും അടിക്കുക. അപ്പോൾ ഇതുപോലെ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഒന്ന് മടക്കി അടിക്കുക. നമ്മൾ ചുരിദാറിൻ്റെയൊക്കെ സ്ലിറ്റ് അടിക്കില്ല എന്ന മാതിരി ഇവിടെ ഒന്ന് ഇതുപോലെ മടക്കി അടിക്കുക. അപ്പോൾ ഇതുപോലെ 2 സൈഡിലും അടിച്ചെടുക്കുക. അതിനുശേഷം ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് ഈ കാലിൻ്റെ ഈ സൈഡ് അടിച്ചെടുക്കുക. ഇവിടെ ഇതിൻ്റെ സെൻറ്റർ കറക്റ്റ് ചെയ്യുക. ഇതിൻ്റെ ഈ തയ്യത്തുമ്പ് ഒരു സൈഡ് ഇങ്ങോട്ടും കൊടുക്കുക, ഒന്ന് ഇങ്ങോട്ടും കൊടുക്കുക. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ബെൻഡ് ചെയ്ത് കിട്ടും. ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ ഒരു പിന്ന് കൊടുക്കാം. ഇത് അടിച്ചെടുക്കുക. ഇത് അടിമറിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ബോട്ടം മടക്കിയടിക്കാം. 1 ഇഞ്ചാണ് വിട്ടിരിക്കുന്നത്. 1/2 ഇഞ്ച് മടക്കിയിട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ മടക്കിയിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ രണ്ടും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ മുകൾ വശത്ത് ചെറുതായിട്ടൊന്ന് മടക്കിയടിക്കുക ആദ്യം. അതിന് ശേഷം ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇത് കൂടെ ഒരു തയ്യലിടുക. അപ്പോൾ ഈ എലാസ്റ്റിക്കാണ് ഇതിൽ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആ എലാസ്റ്റിക്കിൻ്റെ വീതിക്കനുസരിച്ച് ഉള്ള വീതി എടുത്തിട്ട് ഒരു തയ്യലിടുക. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് ഇടുക. എന്നിട്ട് ഇങ്ങനെ റൗണ്ടിൽ അടിച്ചെടുക്കുക. ഈ ബാക്ക് അടിക്കുമ്പോൾ ഇവിടെ ക്രോസ് ഉള്ളതുകൊണ്ട് ഇവിടെ അല്പം ചുളിവ് വരും. അപ്പോൾ ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ രീതിയിൽ അടിച്ചെടുക്കുക. ഇവിടെ ഒരു അല്പം ഗ്യാപ്പ് ഇടുക. ഇതിൻ്റെ അരവണ്ണം 32 ഇഞ്ചാണ്. അതിനൊരു 3 ഇഞ്ച് കുറയ്ക്കുക. അപ്പോൾ 29 ഇഞ്ച്. ഇപ്പോൾ 29 ഇഞ്ച് നീളം ഈ എലാസ്റ്റിക് എടുക്കുക. ഇഞ്ച് എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു പിന്നിട്ടിട്ട് ഇത് കൂടെ ഇങ്ങനെ എടുക്കുക. അതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് കെട്ടിട്ടെടുക്കുക. എന്നിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് നമ്മളിവിടെ നേരത്തെ ഇട്ട ഈ ഭാഗം കൊണ്ട് ക്ലോസ് ചെയ്യുക. ഇനി ഈ ഭാഗത്ത് ഈ ഓപ്പണിൻ്റെ ഇവിടെ ആയിട്ട് ഒരു 2-3 ബട്ടൺ വെച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഓപ്പണിൻ്റെ സൈഡിൽ ബട്ടൺ വെച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ബട്ടൺ നിർബന്ധമൊന്നുമില്ല, ആവശ്യമെങ്കിൽ വെച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.